പൈങ്കിളി കൃതിക്ക് ഇങ്ങനെ പ്രാധാന്യം കിട്ടുന്നത് എന്നത് മലയാള സാഹിത്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നാണ് അതിലെനിക്ക് പറയാനുള്ളത്. എന്നെപ്പോലെയുള്ള ആൾക്ക് ഒരു പ്രചോദനവും ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു യുവ ബിസിനസ്സുകാരന് എന്ന അർത്ഥത്തിൽ അയാൾക്ക് ഈ അവാർഡ് കൊടുത്താൽ എനിക്കൊരു പ്രയാസമില്ല. നന്നായി ചിലവായി, നല്ല പണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ഒരു യുവ ബിസിനസ്സുകാരന് കിട്ടി ഈ അവാർഡ് എന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ എഴുത്തുകാർക്കുള്ള അവാർഡ് സംബന്ധിച്ച് ഇപ്പോൾ വലിയ വിമർശനങ്ങളും പക്ഷേ അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്നായി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന് ഈ അവാർഡിന് അർഹമായ ഒരു അവാർഡല്ല കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. നമുക്കൊപ്പം കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തോട് എന്താണ് മാഷേ, അതായത് ഈ പുസ്തകത്തിന് ഒരു അർഹിക്കുന്ന അവാർഡല്ലേ കിട്ടിയത്, അങ്ങനൊരു തോന്നലുണ്ടോ? സാമ്പത്തിക വിജയം മറ്റെല്ലാ വിജയങ്ങളെക്കാളും വലുതായ ഒരു കാലത്തിൻ്റെ സൃഷ്ടിയാണ് സത്യത്തിൽ ഈ അവാർഡ്. ലക്ഷക്കണക്കിന് ചെലവായി, അതിന് വലിയ പ്രചരണം ലഭിച്ചു. അങ്ങനെ അതിൻ്റെ ഈ ശ്രദ്ധയിൽപ്പെട്ടുപോയ ആളുകൾ അതിന് അവാർഡ് കൊടുക്കുമ്പോൾ ഇതായിരുന്നില്ല സാഹിത്യത്തിന് അവാർഡ് കൊടുക്കുമ്പോഴുള്ള പരിഗണനയുടെ മാനദണ്ഡം ഇതുവരെ, ഈ കാലം വരെ. അത് മികച്ച ഭാഷയുള്ള, മികച്ച കഥാപാത്രങ്ങളുള്ള, മികച്ച ഡീറ്റെയിലിങ്ങുള്ള, അസാധാരണമായ ഒബ്സർവേഷനുള്ള ഒരു സർഗാത്മക കൃതിയാണ് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ യുവ പുരസ്കാരവും നേരത്തെ ലഭിച്ചിട്ടുള്ള ആളുകൾ ഇതിൽ പല ഗുണങ്ങളുള്ളവരുമായിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം ജയമോഹനും NS മാധവനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു അവാർഡായത്. അവരൊക്കെ വലിയ എഴുത്തുകാരാണ് എല്ലാ അർത്ഥത്തിലും. അങ്ങനെ വലുപ്പമില്ലാത്ത, സ്വന്തമായ ഒരു ഭാഷയില്ലാത്ത, ഒരു അത്ഭുതകരമായ ഒരു പ്രമേയമില്ലാത്ത, ലോകഗതിയെക്കുറിച്ച് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന നിരീക്ഷണങ്ങളില്ലാത്ത, അസാധാരണമായി ഒന്നും എടുത്തു പറയാനില്ലാത്ത, സുഗമമായി വായിച്ചു പോകാം എന്ന ഒരു സവിശേഷത മാത്രമുള്ള ഒരു കൃതിയെ ഇങ്ങനെ ഒരു അവാർഡ് നൽകി അംഗീകരിക്കുമ്പോൾ അതിൽ അപരാധമുണ്ട്. മാത്രമല്ല, യുവ എഴുത്തുകാരിൽ വളരെ മികച്ച എഴുത്തുകാർ കേരളത്തിലുണ്ട്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മൃദുലിനെ പോലെ ആളുകൾ ഈ ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നാം തരം ചെറുകഥാകൃത്താണ്. അപ്പോൾ ഈ ദുർഗാപ്രസാദോ അല്ലെങ്കിൽ രാഹുൽ മണപ്പാടോ ജയൻസിയോ ഇവരൊക്കെ ഇങ്ങനെ അനവധി പേരെ പറയാനുണ്ട്. ഇങ്ങനെയൊക്കെ മികച്ച എഴുത്തുകാരുള്ള സ്ഥലത്താണ് ഒരു പൾപ്പ് അല്ലെങ്കിൽ ഒരു പൈങ്കിളി കൃതിക്ക് ഇങ്ങനെ പ്രാധാന്യം കിട്ടുന്നത് എന്നത് മലയാള സാഹിത്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നാണ് അതിലെനിക്ക് പറയാനുള്ളത്. ഈ പൾപ്പ് കൃതികളൊക്കെ മലയാളത്തിൽ പുതുതൊന്നുമല്ല. മുട്ടത്ത് ഉറക്കിയും സുധാകർ മംഗളോദയവും പിന്നെ കാനം മീജയും ഒക്കെ എഴുതി ലക്ഷക്കണക്കിന് വിൽപ്പനയായിട്ടുണ്ട്. 16-18 ലക്ഷം വരെയാണ് മനോരമയുടെയും മംഗളത്തിൻ്റെയും ഒരു സർക്കുലേഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇതായിരുന്നു കാരണം. അപ്പോൾ കേവലം ഈ വായന സുഖം തരുന്നു. വായന സുഖം ആർക്കാ തരുന്നത്? എന്നെപ്പോലെയുള്ള ആൾക്ക് ഒരു പ്രചോദനവും ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അത്ഭുതപ്പെടുത്തിയാലല്ലേ നമുക്ക് പ്രചോദനം ഉണ്ടാകും. അപ്പോൾ ഒരു പ്രചോദനവും എന്നെ സംബന്ധിച്ച് തരാത്ത ഒരു കൃതിയുടെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണിത്. അപ്പോൾ പ്രചോദനം ആർക്ക് കിട്ടുന്നു? ഭാവുകത്വമുള്ള ഒരാളെ, ഭാവുകത്വമുള്ള ഒരു എഴുത്തുകാരൻ്റെ കൃതി പ്രചോദിപ്പിക്കും. അത് സർഗാത്മകമായ ഒരു പ്രവർത്തനമാണ് വായനക്കാരൻ്റെ ഭാഗത്തും എഴുത്തുകാരൻ്റെ ഭാഗത്തും. അങ്ങനെ സർഗാത്മകമായ ഒരു പ്രവർത്തനം ആകാൻ സാധിക്കാതെ പോയ ഒരു കൃതി. അതുകൊണ്ടാണ് ഒരു യുവ ബിസിനസ്സുകാരന് എന്ന അർത്ഥത്തിൽ അയാൾക്ക് ഈ അവാർഡ് കൊടുത്താൽ എനിക്കൊരു പ്രയാസമില്ല. നന്നായി ചിലവായി, നല്ല പണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ഒരു യുവ ബിസിനസ്സുകാരന് കിട്ടി ഈ അവാർഡ് എന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടായിരിക്കും മാഷേ ഈ ഒരു അക്കാദമി തന്നെ ഇത്ര ഒരു അവാർഡ് കൊടുക്കുന്നത്? കാരണം ആ ഘടകങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികം. ഞാൻ ആദ്യത്തെ വരി പറഞ്ഞു. അതായത് കൊണ്ട് സാമ്പത്തിക വിജയം മറ്റെല്ലാ വിജയങ്ങളെക്കാളും വലിയ വിജയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് എക്കോണമിയാണ് ഇന്ന് നിലവിലുള്ളത്. ഈ മാർക്കറ്റ് എക്കോണമിയുടെ സ്വാധീനമായിരിക്കാം ഒരു പക്ഷേ ഈ കൃതിക്ക് പ്രാധാന്യം കൊടുക്കും. അത്ര ലക്ഷങ്ങളാണ് ചിലവഴിച്ചിട്ടുള്ളത്, അത്ര പ്രചരണമാണ് അതിനെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് അയാളുടെ പുതിയ പുസ്തകത്തിനും ആളുകൾ ക്യൂ നിൽക്കുന്നു. ഇങ്ങനെ മലയാളത്തിൽ പുസ്തകങ്ങൾക്കായി ക്യൂ നിൽക്കുന്ന, അതും ഞാൻ പറയട്ടെ, മനോരമയ്ക്കും മംഗളത്തിനും ഒക്കെ അന്ന് ക്യൂ നിന്നിരുന്നു.
നേരത്തെ പറഞ്ഞ ആളുകൾ വായിക്കാൻ. എന്നാലും സമീപകാലത്ത് അതില്ല. അങ്ങനെ സമീപകാലത്ത് ഇല്ലാത്ത ഒരു സംഭവം നടക്കുമ്പോൾ ഈ പ്രചരണ കോലാഹലവും സമ്പത്ത് ആണ് മുഖ്യമായ കാര്യം എന്ന ബോധവും ഒരു പക്ഷേ ഈ വിധികർത്താക്കളെ സ്വാധീനിച്ചിരിക്കാം. അല്ലാതെ ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കൊടുക്കണമെന്നുമല്ലല്ലോ, വിധികർത്താക്കളിലൂടെ കൊടുക്കുക. അപ്പോൾ വിധികർത്താക്കൾ പരിഭ്രമിച്ച് പോയിരിക്കാം ഈ മാതിരിയുള്ള ഒരു വ്യാപാര വിജയം കണ്ടിട്ട്. അതുകൊണ്ട് വ്യാപാര വിജയം നേടിയ ഒരു കൃതി എന്ന നിലയിൽ ഈ കൃതിയെ അംഗീകരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു യുവ ബിസിനസ്സുകാരനുള്ള സമ്മാനം അയാൾക്ക് കൊടുക്കേണ്ടതാണ്. അവർ പരിഭ്രമിച്ചു പോയി എന്ന് പറയുമ്പോൾ അവരിത് വായിച്ചില്ല എന്നാണോ? പരിഭ്രമിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരിത് വായിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, വേണ്ടതായ ഒരു സാവകാശമോ സൗകര്യമോ ഒരു നിഷ്പക്ഷമായി വായിക്കാൻ വേണ്ട ഒരു അന്തരീക്ഷമോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സർഗാത്മകതയും ഇല്ലാത്ത ഒരു വിധികർത്താവാം ഇതിന് മുഖ്യമായിട്ട് ഇടപെട്ടിരിക്കുക. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീനമായിരിക്കാം, ഒരുപക്ഷെ പ്രസാധകൻ്റെ സ്വാധീനമായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഈ മാതിരി ഒരു വ്യാപാര വിജയമുള്ള പുസ്തകം സെലക്ട് ചെയ്യപ്പെടുമ്പോൾ ആ പ്രസാധകൻ്റെ വിജയമുണ്ട്. ആരേക്കാൾ? എഴുത്തുകാരൻ. അങ്ങനെ പല ഘടകങ്ങളും ഇതിനകത്ത്. ഏതായാലും വ്യാപാര വിജയം മാത്രമുള്ള ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള അഭിപ്രായമാണ് കൽപ്പറ്റ നാരായണൻ മാഷ് മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.